നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്ന സങ്കടങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ സങ്കടം. 19 വയസ്സിൽ നിങ്ങൾ വിഷമിച്ച ഒരു കാര്യം ഓർത്ത് ഒരിക്കലും നിങ്ങൾ 30 വയസ്സിൽ വിഷമിക്കാൻ പോകുന്നില്ല. ആണെങ്കിൽ അവരോട് പറയും അവിടെ തന്നെ നിന്നോളം, ഇങ്ങോട്ട് വരരുത് എന്നാണ്. റീസെൻ്റ്ലി നമ്മൾ മലപ്പുറം 19 വയസ്സുള്ള ഒരു നവവധു ജീവനൊടുക്കിയ ഒരു സംഭവം നമ്മളെല്ലാവരും വാർത്തയിലൂടെ. 19 വയസ്സ് എന്ന് പറയുന്നത് ഒരു വയസ്സൊന്നുമല്ല എന്നുള്ള കാര്യം. രണ്ട് കാര്യം, ആ കുട്ടിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ആർക്കെങ്കിലും സാധിച്ചിരിക്കുന്ന പോലെ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ 40 വയസ്സിൽ ഡിവോഴ്സ്ഡ് ആവുന്നതിനെക്കാട്ടിലും 19 വയസ്സിൽ ഡിവോഴ്സ്ഡ് ആവുന്നതാണ് നല്ലത് എന്ന് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനലിനകത്ത് നെഗറ്റിവിറ്റിയും ഹെയ്റ്റുമായിട്ടുള്ള കണ്ടൻസ് ഒന്നും ഇൻക്ലൂഡ് ആവരുത്. എന്നെ കേൾക്കുന്ന, എന്നെ ലിസൺ ചെയ്യുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് റിലാക്സിങ് ആൻഡ് സൂതിങ് ആയിട്ടുള്ള കോണ്ടൻസ് ആയിരിക്കണം. അവർക്ക് ഏതെങ്കിലും തരത്തിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന, അവർക്ക് എന്തെങ്കിലും, എന്നെ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്ന കോണ്ടൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പ്ലസൻ്റ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള കോണ്ടൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള കോണ്ടൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും ചില കാര്യങ്ങൾ കാണുമ്പോൾ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നാറുണ്ടെങ്കിലും ചില നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഹെയ്റ്റ് പോലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ ഒഴിവാക്കണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, റീസെൻ്റ്ലി നമ്മൾ മലപ്പുറത്ത് ഒരു 19 വയസ്സുള്ള ഒരു നവവധു ജീവനൊടുക്കിയ ഒരു സംഭവം നമ്മളെല്ലാവരും വാർത്തയിലൂടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കുറച്ച് ദിവസമായി അത് സംഭവിച്ചിട്ട്. അപ്പോൾ ആ ഒരു വിഷയം കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ എടുക്കുന്ന ഡിസിഷൻസ് കാണുമ്പോൾ, ആ ഒരു നമുക്ക് ശേഷം വരുന്ന ഈ ഒരു ജനറേഷൻസിൻ്റെ അവരുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും അവരുടെ ജീവിതത്തിലെ ഓരോരോ ഇൻസിഡൻസും ഒക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് വല്ലാതെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതിനെല്ലാം കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. പലപ്പോഴും നമ്മൾ അതിന് കാരണക്കാരായ ആൾക്കാരെ ബ്ലെയിം ചെയ്യുക, ഈ സിസ്റ്റത്തിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുക, അതിനെതിരെ നിയമം വരണം എന്നൊക്കെ പറയുക, കുറച്ച് ദിവസം ചർച്ച ചെയ്യുക, അതിനുശേഷം അതെല്ലാം ഫോർഗെറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതിന് ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ ആർക്കും സജസ്റ്റ് ചെയ്യാൻ കഴിയാറില്ല. എനിക്ക് തോന്നുന്നത് ഈ പെൺകുട്ടികളുടെ, അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ എല്ലാ കുട്ടികളും, ഏത് ജെൻഡറിൽപ്പെട്ട ആൾക്കാരും ആയിക്കോട്ടെ, അവരുടെ എല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്കിന് ഒരു ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യാനും അവരെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനും കഴിയുക എന്നതാണ് നമുക്ക് ഇതിന് കൊടുക്കാൻ പറ്റുന്ന കൃത്യമായ ഒരു സൊല്യൂഷൻ എന്നാണ് എനിക്ക് ഈ ഒരു വിഷയം കണ്ടപ്പോഴും കേട്ടപ്പോഴും തോന്നിയിട്ടുള്ളത്. റീസെൻ്റ്ലി ഞാൻ സോഷ്യൽ മീഡിയയിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ഐ കെയിം അക്രോസ് എ പോസ്റ്റ് ഇൻ വിച്ച് ഇറ്റ് സേസ് ദാറ്റ് നിങ്ങളുടെ ഒരു യങ്ങർ സെൽഫിനെ നിങ്ങളിപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എനിക്ക് 35 വയസ്സുണ്ട്, 15 വയസ്സുള്ള 19 വയസ്സുണ്ടായിരുന്ന കൗമാരക്കാരിയായിരുന്ന, അല്ലെങ്കിൽ 20 വയസ്സുണ്ടായിരുന്ന എന്നെ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ അവരോട് എന്തായിരിക്കും നമുക്ക് പറയാനുള്ളത്, എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നത്, അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള കമൻസ് ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു. ഞാനതിൽ കൂടുതൽ പേരും പറയുന്നത്, അങ്ങനെ കാണുകയാണെങ്കിൽ അവരോട് പറയും അവിടെ തന്നെ നിന്നോളം, ഇങ്ങോട്ട് വരരുത് എന്നാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഏജിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റിയും സ്ട്രെസ്സും ഒക്കെ കൂടുതൽ ഉള്ളത് കൊണ്ടാവാം ലൈഫിൻ്റെ ഓരോരോ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ആ പ്രായത്തിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന പോലെ അല്ല ശരിക്കുള്ള ലൈഫ് എന്നൊക്കെ ഉള്ളൊരു റിയലൈസേഷൻ കൊണ്ടാവാം അങ്ങനത്തെ കമൻസ് പറഞ്ഞത്. പക്ഷേ ആ ഒരു പോസ്റ്റ് എന്നെ ഭയങ്കരമായിട്ട് ഞാനത് ശ്രദ്ധിക്കാനും കുറച്ച് വളരെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച്, ആ ഒരു പോസ്റ്റ് ഒരു തമാശ പോസ്റ്റ് ആയിരുന്നെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് ചിന്തിക്കാൻ ഒരു ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിരുന്നു ആ പോസ്റ്റ്. അതിൽ പറഞ്ഞ ഓരോ കാര്യം കേട്ടപ്പോൾ എനിക്കും തോന്നി, ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങളും നമ്മൾ ആർജിച്ച പല അറിവുകളും നമുക്ക് ആ സമയത്ത് അറിയാമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ആ സമയത്ത് നമുക്ക് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മളെടുത്ത പല റോങ് ഡിസിഷൻസും, വ്യക്തി ജീവിതത്തിലായിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, എഡ്യൂക്കേഷനിലായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുത്ത പല റോങ് ഡിസിഷൻസും നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലൂടെ പല കാര്യങ്ങളും ചിലപ്പോൾ ബെറ്ററായിട്ട് സംഭവിക്കാം
സാധ്യത ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി ഓരോ നമ്മുടെയൊക്കെ ചില സഫറിങ്സ് കുറയ്ക്കാൻ, ചിലപ്പോൾ എല്ലാം സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്നും ഇന്ന് കാണുന്ന നമ്മളെ ഷേപ്പ് ചെയ്തത് അത്തരം ചില മിസ്റ്റേക്സ്, നമുക്ക് സംഭവിച്ചിട്ടുള്ള മിസ്റ്റേക്സും കൂടിയാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ ലേൺ ചെയ്തത് അത്തരം മിസ്റ്റേക്സിലൂടെയാണെന്നും അത്തരം ഇന്ന് കാണുന്ന നമ്മളെ ഷേപ്പ് ചെയ്തത് ആ ജീവിതാനുഭവങ്ങളാണ് എന്നത് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. സ്റ്റിൽ നമ്മുടെ സഫറിങ്സ്, അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റ് മനുഷ്യർക്കുണ്ടായിട്ടുള്ള സഫറിങ്സ്, ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാൻ കഴിയുമായിരുന്നു കുറച്ചും കൂടി. ഇപ്പോഴുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇതാണ് ജീവിതമെന്ന് നമുക്ക് ഒരു നമ്മുടെ 20s യങ്ങർ ഏജിലൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചു പോയി ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ. ഈ കുട്ടിയുടെ മരണ വാർത്ത, മലപ്പുറത്ത് ഷഹാന എന്ന പേരുള്ള ആ കുട്ടിയുടെ മരണ വാർത്ത കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഈ ഒരു കാര്യം തന്നെയാണ്. കാരണം ശരിക്കും ഇത്തരം വാർത്തകളിൽ നമ്മൾ കേൾക്കുന്ന കാരണം തന്നെയാണോ അതിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളതെന്നൊന്നും നമുക്ക് കൃത്യതയോടുകൂടി പറയാൻ കഴിയില്ല ഒരിക്കലും. കാരണം നമുക്കറിയുന്ന കാര്യങ്ങളല്ല, ദൃശ്യമാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമേ നമുക്കറിയാവൂ. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് കൃത്യതയോടുകൂടി ഒന്നും പറയാൻ കഴിയില്ല. എങ്കിലും ഓവറോൾ നമ്മൾ വിഷയത്തെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ കുട്ടിക്ക് ഭർത്താവിൽ നിന്ന് നേരിട്ട ചില വിഷമങ്ങളും ഇൻസൾട്ടും, അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റിജക്ഷനെ ആ കുട്ടി ഒരുപാട് ഭയന്നിരുന്നു. ആ കുട്ടിയുടെ അടുത്തൊരു ബന്ധു പറഞ്ഞ ഒരു കാര്യം, ആ ബന്ധുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായ കാര്യം, 19ാമത്തെ വയസ്സിൽ ഞാനൊരു വിവാഹമോചിതയായ പെൺകുട്ടിയായി പോകുമല്ലോ എന്നത് ആ കുട്ടിയെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുകയും ആ ഒരു തോട്ടാണ് ആ കുട്ടിയുടെ ജീവിതം അവസാനിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചതും എന്നാണ് ആ കുട്ടിയുടെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരാൾ പറഞ്ഞത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, ആരെങ്കിലും ആ കുട്ടിയോട് 2 കാര്യങ്ങൾ, 19 വയസ്സിൽ വിവാഹമോചിതയായി പോകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, 19 വയസ്സ് 19 വയസ്സ് എന്ന് പറയുന്നത് ഒരു വയസ്സൊന്നുമല്ല എന്നുള്ള കാര്യം. 2, വിവാഹം എന്ന് പറയുന്നതല്ല ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ 2 കാര്യം ആ കുട്ടിയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. ആ കാര്യത്തിൽ വിഷമിക്കുക എന്നുള്ളത് മാത്രമേ, കുടുംബത്തിലെ വിഷമത്തിൽ പങ്കുചേരുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. പക്ഷേ ആ ഒരു ഏജിലുള്ള, അല്ലെങ്കിൽ അതിന് ശേഷം ഉള്ള, അതിൻ്റെ പിന്നാലെ വരുന്ന ഒരു തലമുറയുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, 19 വയസ്സിൽ ഇപ്പോൾ വിവാഹം കഴിക്കുന്ന പ്രായമല്ല, പക്ഷേ ചില സിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ കുട്ടി ആ പ്രായത്തിൽ വിവാഹം കഴിച്ചു. നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം 18 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ തീരുമാനത്തെയോ ആ ഒരു കാര്യത്തെയോ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ആ ഒരു 19 വയസ്സെന്ന് പറയുന്നത്, 19 വയസ്സിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല നമ്മൾ 25 വയസ്സിൽ ചിന്തിക്കുന്നത്, അതുപോലെ ആയിരിക്കില്ല 35 വയസ്സിൽ ചിന്തിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും ഇവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓരോ ദിവസവും ഗ്രോ ചെയ്യുന്നുണ്ട്. ആ കാണുന്ന വ്യക്തിയോ നമ്മുടെ ടീനേജിലോ 20s ഉള്ള ആളായിരിക്കില്ല നമ്മൾ ഒരിക്കലും 30s 40s എത്തുമ്പോൾ. അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് യങ്ങർ ഏജിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിങ്ങൾ ആ പ്രായത്തിൽ വിചാരിക്കുന്ന ആ ഒരു പ്രായം, 19-20 വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങും എത്തിയിട്ടില്ല, തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. യങ്ങാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ നിങ്ങളുടെ വിവാഹമായിരിക്കാം, പ്രണയബന്ധമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുത്ത കോഴ്സായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിൽ മോശമായി പോയിട്ടുണ്ടാവാം. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ യങ് ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താനും അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചെല്ലാനും ഒക്കെ ഇനിയും ഒരുപാട് സമയമുണ്ട് എന്നതാണ് ആ ഒരു കാര്യത്തിൻ്റെയൊക്കെ ആ ഒരു ഏജിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ആ സമയത്ത് നിങ്ങൾ എടുക്കുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ, നിങ്ങൾ പരിചയപ്പെടുന്ന ആൾക്കാർ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ ഒന്നും അത് മനസ്സിലാക്കുക, ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. അത് വിവാഹം കഴിച്ച ബന്ധമായിക്കോട്ടെ, അതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ,
ഇതൊന്നും പെർമനൻ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ പ്രായത്തിലുള്ള നിങ്ങളായിരിക്കില്ല 30 വയസ്സ് കഴിയുമ്പോഴുള്ള നിങ്ങൾ. ആ സമയത്ത് നിങ്ങൾ കാണുന്ന പരിചയപ്പെടുന്ന ആളുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ആളുണ്ടല്ലോ, ആ ആളുടെ കാര്യവും സെയിം തന്നെയാണ്. ആ ആൾ നിങ്ങളോടുള്ള ആ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ആയിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം. കാരണം ആ വ്യക്തിയും ഇവോൾവ് ആവുകയാണ്. ആ വ്യക്തിയും നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അത് നല്ലതായിട്ടിരിക്കുന്നെങ്കിൽ എന്നും അങ്ങനെ നല്ലതായിട്ട് തന്നെ ഇരുന്നു എന്ന് വരില്ല. ആ വ്യക്തിയിലും ചേഞ്ചസ് ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യത്തിലും. എല്ലാ വ്യക്തികളും ഓരോ പ്രായം കഴിയും തോറും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഏജ് എന്ന് പറഞ്ഞാൽ ലൈഫിനെ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഏജാണ് ആ യങ്ങർ ഏജ് എന്ന് പറയുന്നത്. വലിയ വലിയ തീരുമാനങ്ങളും കടുത്ത ഡിസിഷൻസിലേക്കും വലിയ ഒരു തിരുത്താൻ കഴിയാത്ത ഓരോരോ പ്രശ്നങ്ങളിലേക്കോ വലിയ തീരുമാനങ്ങളിലേക്കോ ഒന്നും എടുത്ത് ചാടേണ്ട പ്രായമേ അല്ല അത്. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതോടെ എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു എന്ന് ഒരിക്കലും ധരിക്കരുത്. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും റീസ്റ്റാർട്ട് ചെയ്യാനും പോസ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും എല്ലാമുള്ള അവസരം ഈ ലോകത്തുണ്ട്. അത് ദയവായിട്ട് മനസ്സിലാക്കുക. ഇത്തരം ഡിസിഷൻസ്, ഇത്രയും വേദനിപ്പിക്കുന്ന വീട്ടുകാർക്കും നിങ്ങളെ അറിയുന്നവർക്കും നിങ്ങൾക്കും, ഏറ്റവും പ്രധാനമായി നിങ്ങൾക്കും വേദന ഉണ്ടാക്കുന്ന തരം ഡിസിഷൻസിലേക്കൊന്നും പോവാതിരിക്കുക. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് മുന്നോട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ദിവസവും മുന്നോട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതം നമുക്ക് തരുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ ആ ഒരു അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യാനും അതിനെയെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം നമുക്ക് ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ലെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ വിഷമമുള്ള ഘട്ടങ്ങളുണ്ടാവാം, സന്തോഷമുള്ള ഘട്ടങ്ങളുണ്ടാവാം, അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകാം, സെറ്റ് ബാക്സ് വരാം. പക്ഷേ ഇതെല്ലാം നമ്മളെ ലെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ലൈഫാണ്. നമുക്ക് അത് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം നമുക്കൊരു അവസരമുണ്ട്. ജീവിതത്തിൽ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും അത് ഒന്നും പെർമനൻ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ലൈഫാണ്. അതിങ്ങനെ ഓരോ കാര്യങ്ങളും ജീവിതത്തിലേക്ക് മാറി വന്നുകൊണ്ടിരിക്കും. എത്ര വലിയ വിഷമമാണെങ്കിലും അത് എന്നേക്കുമായിട്ടുള്ള വിഷമങ്ങളായിരിക്കില്ല. അത് മാറിപ്പോവും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് സന്തോഷമുള്ള ദിവസങ്ങൾ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന കാര്യങ്ങളോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ മുന്നിൽ ഇപ്പോൾ വന്ന സങ്കടങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ സങ്കടം. 19 വയസ്സിൽ നിങ്ങൾ വിഷമിച്ച ഒരു കാര്യം ഓർത്ത് ഒരിക്കലും നിങ്ങൾ 30 വയസ്സിൽ വിഷമിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ഏജിൽ നിങ്ങൾ ആ ഒരു ഏജ് എന്ന് പറയുന്നത് ജീവിതത്തെ അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഏജ് മാത്രമാണ്. അത് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള ഏജ് അല്ല. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരം തീരുമാനങ്ങൾ എടുക്കേണ്ട ജീവിത സാഹചര്യം ഉണ്ടായാൽ, അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ 40 വയസ്സിൽ ഡിവോഴ്സ്ഡ് ആവുന്നതിനെക്കാട്ടിലും 19 വയസ്സിൽ ഡിവോഴ്സ്ഡ് ആവുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക. അത് വളരെ നന്നായി എന്ന് കരുതി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ല. 19 വയസ്സിൽ ഡിവോഴ്സി ആയി പോയല്ലോ എന്നോർത്ത് വിഷമിക്കാതെ 40 വയസ്സിൽ ഡിവോഴ്സി ആവുന്നതിനേക്കാളും നല്ലത് 19 വയസ്സിൽ ഡിവോഴ്സി ആവാൻ കഴിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ജീവിതമാണ്, അത് നിങ്ങളുടെ മാത്രമാണ്. ആ ജീവിതം കൊണ്ട് ഈ ലോകത്തെ കൂടുതൽ അറിയാനും എക്സ്പ്ലോർ ചെയ്യാനും ഉപയോഗിക്കുക. മിസ്റ്റേക്സ് അഡ്മിറ്റ് ചെയ്യുക. അത് മറ്റൊരാളുടെ, അത് ഇനി ഭർത്താവായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ ഒന്നും വാലിഡേഷനും ഒപ്പീനിയനെയും ഡിപ്പെൻഡ് ചെയ്തല്ല നിങ്ങളുടെ വ്യക്തിത്വമോ സൗന്ദര്യമോ ഒന്നും നിലകൊള്ളുന്നത്. നിങ്ങളുടെ വാല്യൂവും ഇമ്പോർട്ടൻസും മനസ്സിലാക്കാൻ കഴിയാത്തവരെ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുപെടുകയും ബുദ്ധിമുട്ടൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ചുറ്റുമുള്ളവർക്ക് അത് താനേ മനസ്സിലായിക്കോളും നിങ്ങൾ ആരാണെന്ന്. നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും നിങ്ങളുടെ വാല്യൂവിനെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടായാൽ മാത്രം മതി. മറ്റുള്ളവരുടെ ഒരു ഒപ്പീനിയൻ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൽഫ് വാല്യൂ കുറച്ച് കാണരുത്.
ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടാവും നമ്മളെ ഡീവാല്യൂ ചെയ്യുന്നത്. പക്ഷേ അതൊരിക്കലും നമ്മളാവരുത്. ഈ ലോകത്ത് ഒരുപാട് പേര് നമ്മളെ താഴ്ത്തിക്കെട്ടാനും നമ്മൾക്ക് കഴിവ് കുറഞ്ഞവരാണ് എന്ന് നമ്മളൊരു കഴിവുമില്ലാത്തവരാണ്, നമുക്ക് കഴിവ് കുറഞ്ഞവരാണെന്ന്, നമുക്കൊട്ടും വാല്യൂ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെയൊക്കെ ചുറ്റും കാണും. അതുണ്ടായിക്കോട്ടെ. പക്ഷേ ആ മനുഷ്യർ, നമുക്ക് ഒരു വിലയില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരിക്കലും നമ്മളുണ്ടാവരുത് എന്ന് മാത്രം നമ്മൾ ഉറപ്പ് വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആ ഒരു ഏജിലുള്ള 18, 19, 20സിലൊക്കെ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുകയോ ലിസൺ ചെയ്യുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാവട്ടെ. ആ ഒരു ഏജിൽ മാത്രമല്ല, ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും നമുക്ക് പോസ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും ഉള്ള അവസരമുണ്ട്. സോ ഒരു കാര്യത്തെ ഓർത്തും ഓവറായിട്ട് വറി ചെയ്യാതിരിക്കുക. ലൈഫാണ്, ഒന്നും പെർമനൻ്റ് അല്ല. എല്ലാം അതിൻ്റേതായ ഫ്ലോയിൽ വരും. അത് ആ ഒരു രീതിയിൽ എടുക്കുക. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.